ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഞാനീ പറയുന്ന ഒരു ദിവസം, ഞാനീ പറയുന്ന ഒരു കാര്യം നിങ്ങളുടെ വീട്ടിലേക്ക് കയറ്റിയാൽ നിങ്ങളുടെ വീട്ടിൽ പണത്തിന് ബുദ്ധിമുട്ട് വരികയില്ല. ദിവസവും പണം അത് ലക്ഷങ്ങളായിട്ട് വർദ്ധിച്ചു വരും. എന്ന് വെച്ചാൽ ഇന്ന് ചെയ്താൽ നാളെ വർദ്ധിക്കുമെന്നല്ല, പക്ഷേ സാമ്പത്തികമായിട്ട് ഇന്നലെ നാളെ രക്ഷപ്പെട്ടിരിക്കും. അത് ശരിയായിട്ട് ചെയ്തവർക്കെല്ലാം അതിൻ്റെ ഫലം ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മൾ പ്രയത്നിക്കുകയും കൂടെ ചെയ്യണം. അതിനോടൊപ്പം ദൈവാധീനത്തിന് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നിങ്ങളും ചെയ്തു നോക്കുക. ഏതായാലും ലളിതമായ ഒരു കാര്യമാണ്, ചെയ്യുന്നതുകൊണ്ട് ഒരു നഷ്ടവുമില്ല. പക്ഷേ ശരിയായിട്ട് ചെയ്തവരെല്ലാം രക്ഷപ്പെടുകയും ചെയ്യുന്നു. ഒന്ന് ചെയ്ത് നോക്കുക, അപ്പോൾ അറിയാമല്ലോ. ഇത് കൂടുതൽ പറയുന്നതിനകത്ത് കാര്യമില്ല. ചെയ്ത് നിങ്ങൾക്ക് അനുഭവത്തിൽ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ അനുഭവമുള്ള കാര്യമാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ അതെന്താണെന്ന് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. അതോടൊപ്പം നിങ്ങൾക്ക് ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾ, നല്ല ആവശ്യമുള്ള ഇത്തരം കാര്യങ്ങൾ അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുകയോ നിങ്ങൾ പറഞ്ഞു കൊടുക്കുകയോ ചെയ്യുക. ആവശ്യമുള്ളവർക്ക് പറഞ്ഞു കൊടുത്താലും മതി, അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ. എല്ലാവരിലേക്കും ഇതുപോലെ ദിവ്യമായ അറിവുകൾ എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഞാനത് വിശദമായിട്ട് പറഞ്ഞുതരാം. നമശിവായ, ശിവായ നമ, ശിവായ ശിവ, ശിവ ശിവ ശി. ഭഗവാനെ സ്മരിച്ചുകൊണ്ട് തന്നെ എല്ലാം ഞാൻ പറഞ്ഞുതരാം. അതിനുമുമ്പ് ഒരു കാര്യം പറയുകയാണെങ്കിൽ നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യാജ്യോതിഷം, ഹസ്തരേഖ, ഗ്രഹനില ഇതൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളൊരു വാട്സപ്പ് ഇടുക. ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. എങ്ങനെ ചെയ്യുന്നതെന്ന് പറയും. കേട്ടിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാല്ല, ചെയ്യാതിരിക്കുക. ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ, ലളിതമായ കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. ഒരാൾക്ക് സ്വയം ചെയ്യാവുന്ന ലളിതമായ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. ചിലപ്പോൾ അത് ആവർത്തിക്കേണ്ടി വരും. പിന്നെ നമ്മൾ പ്രയത്നിക്കുക കൂടി ചെയ്യേണ്ടി വരും. പ്രയത്നവും ഒരു പ്രാർത്ഥന തന്നെയാണ്. അപ്പോൾ അത് ആവശ്യമുള്ളവർ ചെയ്യുക, അല്ലാത്തൊരു ചെയ്യേണ്ട, അത്രയേ ഉള്ളൂ. ഇനിയും ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. ആ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരികയാണ്. അപ്പം എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഈ പറയുന്ന കാര്യം ഒന്ന് ചെയ്ത് നോക്കുക. അറിയാമല്ലോ, വിശ്വാസത്തോടെ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ചെയ്തവർക്കൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇത് എല്ലാവരുടെയും ജീവിതത്തിൽ ഗുണം ഉണ്ടാകട്ടെ എന്ന് പരമേശ്വരനോടും പരമേശ്വരിയോടും പ്രാർത്ഥിച്ചുകൊണ്ട് ആ മഹാന്മാരായ ഗുരുക്കന്മാരോടും ഈശ്വരതുല്യരായ മഹാഗുരു അഗസ്ത്യനോടും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഗുരുപാദങ്ങൾ സ്മരിച്ചുകൊണ്ട് ഇതെല്ലാം പറഞ്ഞു തരികയാണ്. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം നർപ്പവി നർപ്പവി നർപ്പവി. നർപ്പവി എന്ന് വെച്ചാൽ നല്ലത് ഭവിക്കട്ടെ, സിദ്ധമന്ത്രമാണ്. ഇത് കേൾക്കുന്നവർക്കും ഗുണമുണ്ടാകും, പറയുന്നവരും രക്ഷപ്പെടും കേട്ടോ. ഇനി ഞാൻ വിശദമായിട്ട് വീട്ടിലേക്ക് ഏത് ദിവസമാണ് എന്താണ് കയറ്റേണ്ടത്, അത് എവിടെയാണ് വെക്കേണ്ടത് എന്നെല്ലാം പറഞ്ഞുതരാം, വിശദമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ചൊവ്വാഴ്ച ദിവസം മുഴുവൻ കേട്ടിട്ട് നിങ്ങൾ ചെയ്യാവുള്ളൂ കേട്ടോ. ചൊവ്വാഴ്ച ദിവസം നമ്മൾ ATM നിന്ന് വല്ലോ അല്പം പൈസ എടുക്കുക. ഉള്ള പോലെ എടുത്താൽ മതി, കുറച്ച് പൈസ എടുത്താൽ മതി. ഒരുപാട് പൈസ ഒന്നും എടുക്കണമെന്നില്ല. നിങ്ങൾ ചൊവ്വാഴ്ച ദിവസം ATM നിന്ന് വല്ലോ നിങ്ങൾ ഇച്ചിരി പൈസ എടുക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിയിൽ നിന്ന് പൈസയായിട്ട് നിങ്ങൾ വീട്ടിലോട്ട് വരണം, മനസ്സിലായില്ലേ? എന്നിട്ട് ചൊവ്വാഴ്ച ദിവസം ആ പണം വീട്ടിൽ, നിങ്ങളുടെ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറേ മുറിയിൽ, തെക്ക് പടിഞ്ഞാറേ മൂലയിൽ ഒരു പണം സൂക്ഷിക്കുന്ന ഒരു പെട്ടിയോ വല്ലോ വാങ്ങി കൂട്ടുന്നതായിരിക്കണം. അതിൻ്റെ അകത്ത് പച്ചപ്പട്ട് വെച്ച് അതിനകത്ത് പണം വയ്ക്കുക, ബാങ്ക് പാസ്ബുക്ക് വെക്കുക. ഇത് മുഴുവൻ കേട്ടിട്ടേ ചെയ്യാവുള്ളൂ, അറ്റവും മൂലം കേട്ടിട്ട് ചെയ്യരുത്. മുഴുവൻ ഞാൻ പറയുന്ന മനസ്സിലാക്കിയിട്ട് ചെയ്താൽ അത് ഗുണമാകും കേട്ടോ. അതുകൊണ്ട് മുഴുവൻ കേൾക്കുക. ഇത് നിങ്ങളുടെ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറേ മുറിയാണല്ലോ, ഒരു തെക്ക് പടിഞ്ഞാറ് ഒരു മുറിയാണല്ലോ. ആ മുറിയിൽ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ വയ്ക്കുമ്പോൾ നിങ്ങൾ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ഇത് ഈ പണപ്പെട്ടി തുറക്കത്തക്ക രീതിയിൽ ആ പെട്ടിയുടെ ആ തുറക്കുന്ന ഭാഗം പടിഞ്ഞാട്ടും നിങ്ങൾ കിഴക്കോട്ട് തിരിഞ്ഞത് ചെയ്യണം. അപ്പോൾ ഈ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ വെച്ചാൽ മതി. തെക്ക് പടിഞ്ഞാറേ മൂലയിൽ ആ പടിഞ്ഞാറ് ഭാഗത്തായിട്ട്, ഇപ്പോൾ ഇത് തെക്ക് പടിഞ്ഞാറേ മൂലയാണെന്ന് വിചാരിച്ചു, അതിൽ പടിഞ്ഞാറ് മൂല കണ്ട് വെക്കണം. തെക്ക് പടിഞ്ഞാറേ മൂലയിൽ ആ ഏകദേശം മൂലഭാഗത്തായിട്ട് തന്നെ വരണം. അതിൽ പടിഞ്ഞാറ് ഭാഗം കണ്ട് ഈ പെട്ടി വെക്കണം. നമ്മൾ പെട്ടി തുറക്കുന്നത് കിഴക്കോട്ട് തിരിഞ്ഞെന്ന് ഓർക്കണം, മനസ്സിലായില്ലേ? പെട്ടി തുറക്കുന്നത് കിഴക്കോട്ടല്ല, നമ്മൾ പറഞ്ഞപ്പോൾ ഒന്ന് മാറിപ്പോയി, ക്ഷമിക്കുക. പെട്ടി തുറക്കുന്നത് പടിഞ്ഞാട്ട് തിരിഞ്ഞെന്ന് തുറക്കണം, മനസ്സിലായില്ലേ? ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ വ്യക്തമായിട്ട് ഒന്നുകൂടെ പറയാം. വീടിൻ്റെ തെക്ക് പടിഞ്ഞാറേ മുറിയിൽ, തെക്ക് പടിഞ്ഞാറേ മൂലയിൽ, ആ പടിഞ്ഞാറ് ഭാഗത്തായി, തെക്ക് പടിഞ്ഞാറേ മൂലയിൽ തന്നെ വെക്കണം. തെക്ക് പടിഞ്ഞാറേ മൂലയിൽ പടിഞ്ഞാറ് ഭാഗത്തായിട്ട്
ഇപ്പോൾ ഒരു മൂലയാണെന്ന് വിചാരിച്ചു. ഈ മൂലയിൽ തന്നെ ഇങ്ങനെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ ഇത് പടിഞ്ഞാറ് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് വെക്കണം, തെക്ക് പടിഞ്ഞാറേ മൂലയിൽ. അത് നമ്മൾ പടിഞ്ഞാറ് തിരിഞ്ഞെന്ന് വേണം ഈ പണം വെക്കുന്ന പെട്ടി എന്തുമായിക്കട്ടെ അത് തുറക്കാൻ. അത് പൂട്ടുന്നതായിരിക്കണം. ഇപ്പോൾ മേടിക്കാൻ കിട്ടുമല്ലോ, ചെറിയ പണപ്പെട്ടിയൊക്കെ മേടിക്കാൻ കിട്ടും. അതവിടെ വെക്കുക. അതിൻ്റെ അകത്ത് പച്ചപ്പട്ട് വെച്ചിട്ട് അതിനകത്ത് പണം പാസ്ബുക്കൊക്കെ വെക്കുക. നിങ്ങളൊന്ന് വെച്ച് നോക്കുക. ഇത് ഇന്ന് വെച്ചാൽ നാളെ വർദ്ധിക്കുമെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. വർദ്ധിക്കുമെന്ന് പറഞ്ഞാൽ നമ്മളിത് വെച്ച് ഇത് അവിടെ ഇരുന്നോട്ടെ. ഇടയ്ക്ക് പണം അതിൽ നിന്ന് എടുക്കുകയും ചെയ്യാം, വെക്കുകയും ചെയ്യാം. അതിനകത്തൊന്നും കുഴപ്പമില്ല. ആ പണം സ്ഥിരമായിട്ടിരിക്കണം നിർബന്ധമൊന്നുമില്ല. പുതിയ പണം വെക്കാം, പഴയതെടുത്ത് ചിലവാക്കാനൊന്നും കുഴപ്പമില്ല. എപ്പോഴും അല്പം പണം അതിനകത്ത് ഇരിക്കണം. പിന്നെ എപ്പോഴും തുറക്കരുത്. വല്ലപ്പോഴും ഒക്കെ തുറക്കാവുള്ളൂ. ഒരാഴ്ചയിലോ 2 ആഴ്ച കൂടുമ്പോഴോ 3 ആഴ്ച കൂടുമ്പോഴോ അല്ലെ മാസത്തിലൊന്നൊക്കെ തുറക്കാവുള്ളൂ. പിന്നെ അത്യാവശ്യമൊക്കെ തുറന്നെടുക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ കഴിവതും അത് എപ്പോഴും തുറക്കരുത്. അങ്ങനെ നിങ്ങൾ അതിനകത്ത് പണവും ബാങ്ക് പാസ്ബുക്കും ഒക്കെ വെക്കുക. അതിന് അത്യാവശ്യം എടുക്കുക. അതിനകത്ത് തെറ്റൊന്നുമില്ല. ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക. ഇതിനെക്കുറിച്ച് നിങ്ങൾ പിന്നെ ചിന്തിക്കേണ്ട. നിങ്ങൾ അങ്ങനെ ചെയ്യുക. പണം വർദ്ധിച്ചു വരും. അത്ഭുതകരമായ കാര്യമാണ്. എന്ന് വെച്ചാൽ നമുക്ക് പണം വർദ്ധിക്കാനുള്ള വരുമാന മാർഗങ്ങളും അവസരങ്ങളും നമ്മുടെ തൊഴിലിലും ഒക്കെ ഉയർച്ച ഉണ്ടാകുമ്പോഴാണ് പണം വർദ്ധിക്കുന്നത്. അല്ലാതെ പണം പെറ്റു വരിക എന്നല്ല. നമുക്ക് പണം കിട്ടാനുള്ള മാർഗങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് പല മാർഗങ്ങളിലൂടെ അല്ല നമ്മൾ ചെയ്യുന്ന തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടായി പണം വരുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത് ചെയ്തവർക്ക് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടായ ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കറിയാമല്ലോ, എന്തായാലും നല്ല കാര്യമാണ്. വിശ്വാസത്തോടെ ഇത് ചെയ്തു കഴിഞ്ഞ് നിങ്ങൾ പിന്നെ ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. ഇടയ്ക്കിടയ്ക്ക് മാസത്തിലൊന്നോ ആഴ്ചയിലൊന്നോ ഒക്കെ അതിൽ നിന്ന് പണം എടുക്കുക, അല്ലെങ്കിൽ പണം വയ്ക്കുക. അതിൻ്റെ കൂടെ ആവശ്യത്തിന് പണം എടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പം ബാങ്ക് പാസ്ബുക്ക്, നിങ്ങളുടെ അക്കൗണ്ടിൽ ക്യാഷ് ഉള്ള ബാങ്ക് പാസ്ബുക്ക് വേണം. അത് ആവശ്യമുള്ളപ്പോൾ എടുക്കുക, അതിനൊന്നും കുഴപ്പമില്ല. എന്നിട്ട് പണവും വയ്ക്കണം. ഈ പച്ചപ്പട്ട് 4ആയിട്ട് മടക്കി അതിൻ്റെ അകത്ത് വയ്ക്കണം. എന്നിട്ട് ഈ പണപ്പെട്ടി വെച്ചിട്ട് പണപ്പെട്ടി പൂട്ടണം. ഇനി നിങ്ങൾക്ക് വീടിൻ്റെ തെക്ക് പടിഞ്ഞാറേ മുറിയിൽ ഇത് ചെയ്യാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കിടക്കുന്ന റൂമിൻ്റെ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ ഇത് ചെയ്താലും മതി, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇത് സാമ്പത്തികം വരുന്ന ഒരു കാര്യമാണ്. നല്ല രീതിയിൽ സാമ്പത്തികം വരുന്ന ഒരു കാര്യമാണ്. ഇനിയും ഇതിൻ്റെ പ്രധാന രഹസ്യം, പണം ചൊവ്വാഴ്ച വീട്ടിലേക്ക് കയറ്റണം. നിങ്ങൾ ജോലി കഴിഞ്ഞ് വൈകിട്ട് വരുമ്പോൾ ATM ന്ന് എടുത്തുകൊണ്ട് വന്നാൽ മതി. പണം ചൊവ്വാഴ്ച വീട്ടിലേക്ക് കയറ്റണം. എന്ന് വെച്ചാൽ നമ്മൾ ചൊവ്വാഴ്ച രാവിലെ വീട്ടിൽ പണം നമ്മുടെ കയ്യിൽ ഉണ്ടെന്നുള്ളതല്ല, വെളിയിൽ നിന്ന് നമ്മൾ ചൊവ്വാഴ്ച വീട്ടിലേക്ക് പണം കൊണ്ടുവരണം. ആ പണം ചൊവ്വാഴ്ച രാത്രി ഈ പറഞ്ഞ രീതിയിൽ ചൊവ്വാഴ്ച വയ്ക്കുക. ചൊവ്വാഴ്ചയാണ് വയ്ക്കേണ്ടത്. ചൊവ്വാഴ്ച പറ്റുകയാണെങ്കിൽ ആഴ്ചയിൽ കുഴപ്പമില്ല, അല്പം പണം അതിൻ്റെ കൂടെ കൂട്ടി വെക്കാം. അത് 50, 100 എത്രയാണെങ്കിലും മതി. ഈ ചൊവ്വാഴ്ചകളിൽ അല്പം പണം കൂട്ടി വെച്ചാൽ അത് വർദ്ധിച്ചു വരും, യാതൊരു സംശയം. ആഴ്ചയിൽ തുറക്കാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പണം എടുക്കാൻ കേട്ടോ, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. ചൊവ്വാഴ്ചകളിൽ അതിൻ്റെ കൂടെ അല്പം പണം കൂടെ കൂട്ടി വയ്ക്കുക. പണം വർദ്ധിച്ചു വരും. ഈ ചൊവ്വാഴ്ച ചില രഹസ്യങ്ങളുണ്ട്. അത് ഞാൻ ഇത് പറയുന്നത് സത്യസന്ധമായിട്ടുള്ള അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. കാരണം ഞാൻ പണ്ടൊരു അനുഭവം പറഞ്ഞായിരുന്നു. അത് ഒന്ന് ജസ്റ്റ് സൂചിപ്പിക്കാം, നിങ്ങൾക്കത് മനസ്സിലാവും. ഈ വളരെ ദാരിദ്ര്യത്തിൽ കഴിഞ്ഞ ഒരു കുടുംബം, പക്ഷെ അതുപോലെ ദാരിദ്ര്യത്തിൽ അങ്ങനെ ഇരിക്കെ ചൊവ്വാഴ്ച ദിവസം ഒരു ആള് ഈ ധാന്യങ്ങളൊക്കെ വയ്ക്കുന്ന ഒരു പെട്ടിയുണ്ടല്ലോ, വീങ്ങപ്പെട്ടി, അതിനൊരു പേര് പറയും. ധാന്യങ്ങളൊക്കെ വെക്കുന്ന ഒരു പെട്ടി, അതിനൊരു പേര് പറയും. അത്ര ഒരു പെട്ടി ഒരാൾ കൊടുക്കാമെന്ന് പറഞ്ഞു. ആ കുടുംബത്തിലെ ഒരാളോട് വേറൊരാൾ പറഞ്ഞു. അപ്പോൾ ആ പെട്ടി അതിൻ്റെ ഒരു പേര് പറയും. അവരപ്പോൾ ആ പെട്ടി വാങ്ങി ഇതുപോലെ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ വെച്ച് അന്ന് അതിൻ്റെ അകത്ത് അരി പോലും അതുപോലെ ഇല്ലാത്തൊരവസ്ഥ. ആ സമയത്താണ് ആ പെട്ടി അവിടെ കൊണ്ട് വയ്ക്കുന്നത്. അരിപ്പെട്ടി എന്ന് വേണേൽ പറയാം, ഒരു പെട്ടിയാണ്. അപ്പോൾ അത് കൂട്ടാവുന്നതൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ആ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ വെച്ച് പടിഞ്ഞാട്ട് നിന്നാണ് തുറക്കുന്നത്. അതിൻ്റെ അകത്ത് കുറച്ച് അരിയൊക്കെ പിന്നെ വാങ്ങി വെച്ചു. ഇതെല്ലാം ചൊവ്വാഴ്ചകളാണ് ഈ കൂടുതൽ ചെയ്തിട്ടുള്ളത്. ഈ പെട്ടി ചൊവ്വാഴ്ചകളാണ് കയറ്റിയിട്ടുള്ളത്. ദൈവം അനുഗ്രഹിച്ച് ഇന്ന് ചാക്ക് കണക്കിന് അരിയാണ് അതിൻ്റെ അകത്ത് ഇരിക്കുന്നത്. സത്യമായ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇതുപോലെ ഈ ഈ പച്ചപ്പട്ടിനകത്ത് പണം ഇതുപോലെ ചൊവ്വാഴ്ചകൾ ഇങ്ങനെ വെച്ച് സൂക്ഷിച്ചെടുത്തും
സാമ്പത്തികം വന്നിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക. ഇത് നല്ല കാര്യമാണ്, നല്ലത് മാത്രം ഉണ്ടാകുന്ന ആർക്കും ചെയ്യാവുന്ന കാര്യമാണ്. ഇത് ചൊവ്വാഴ്ചകൾക്ക് ചില പ്രത്യേകതകളുണ്ട്, നമ്മുടെ ജീവിതം മാറ്റാൻ പറ്റും. ഒരു അത്ഭുതകരമായ കാര്യമാണ് ഈ പറയുന്നത്. അത് ഈ ചൊവ്വാഴ്ച രഹസ്യം അറിയാവുന്നവർ എൻ്റെ വീഡിയോ കണ്ട് ഞാൻ ചൊവ്വാഴ്ചകളെ കുറിച്ച് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ചെയ്ത ഒരുപാട് ആളുകൾക്ക് അതിൻ്റെ ഗുണം കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനത്തിൽ കൊണ്ടുവരിക. കാരണം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു കാര്യമാണ് സാമ്പത്തികം. സാമ്പത്തികം ഇല്ല എന്നുണ്ടെങ്കിൽ എന്തുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. സമൂഹത്തിൽ ജീവിക്കുമ്പോൾ, അല്ലെങ്കിൽ പിന്നെ വല്ല കാട്ടിലോ ഹിമാലയത്തിലൊക്കെ പോയിരുന്നാൽ നമുക്ക് സാമ്പത്തികം ഇല്ലെങ്കിലും കുഴപ്പമില്ല. സമൂഹത്തിൽ ജീവിക്കുമ്പോൾ എത്ര നാൾ ജീവിച്ചാലും സാമ്പത്തികം ആവശ്യമാണ്. മാത്രമല്ല, ഒരു കുടുംബത്തിലെ ഒരു ഗ്രഹനാഥന് അല്ലെ ഗ്രഹനാഥയ്ക്ക് സാമ്പത്തികമില്ല എങ്കിൽ അവർ മാത്രമല്ല അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്, അവരുടെ മക്കൾ എല്ലാം അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കും. നല്ല വിദ്യാഭ്യാസം കിട്ടാനോ നല്ല ജീവിത സാഹചര്യം കിട്ടാനോ ഒക്കെ ബുദ്ധിമുട്ട് വരും. അപ്പം നമ്മളിപ്പോൾ പണമില്ലാതെ ജനിക്കുന്നത് നമ്മുടെ തെറ്റല്ല, പക്ഷേ നമ്മൾ ജീവിതം മുഴുവൻ പണമില്ലാതെ ജീവിക്കുന്നത് നമ്മുടെ തെറ്റ് തന്നെയാണ്. കാരണം നമ്മുടെ കഴിവ് നമ്മൾ പ്രയോജനപ്പെടുത്താത്തതുകൊണ്ടാണ്. അപ്പം അതിന് ഈശ്വരാധീനത്തിന് വേണ്ട ചില കാര്യങ്ങളും ചെയ്യണം. പിന്നെ നമ്മൾ നമ്മുടെ കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കുകയും ചെയ്യണം. അപ്പോഴേ തീർച്ചയായിട്ടും അതിന് റിസൾട്ട് കിട്ടും. ഏത് കാര്യമാണെങ്കിലും പരിശ്രമിച്ചുകൊണ്ടിരുന്നാൽ ഫലം ഉണ്ടാകും, ഒരു സംശയം വേണ്ട. ഇപ്പോൾ ഒരു പ്രാർത്ഥനയാണേലും നമ്മൾ പല നാൾ ജപിച്ചു, പല നാൾ ചെയ്തു, പക്ഷേ ചിലപ്പോൾ ഫലം കിട്ടണമെന്നില്ല. പക്ഷേ നമ്മൾ പിന്നെയും പരിശ്രമിച്ചുകൊണ്ടിരുന്നാൽ ഉറപ്പായിട്ടും നമ്മുടെ ജീവിതം എന്നേക്കുമായി രക്ഷപ്പെടും. അങ്ങനെയുള്ള എത്രയോ ജീവിതങ്ങൾ എനിക്കറിയാം. നമ്മൾ നിരന്തരം അത് പരിശ്രമിച്ചുകൊണ്ടിരുന്നാൽ ഉറപ്പായിട്ടും ചിലപ്പോൾ തടസ്സങ്ങൾ വരും, വിഷമങ്ങൾ വരും, പരാജയങ്ങൾ വരും. പക്ഷേ എങ്കിലും നിരന്തരം നമ്മൾ എന്തും പരിശ്രമിച്ചുകൊണ്ടിരുന്നാൽ അത് വിജയിച്ചിരിക്കും, അത് നമുക്ക് കിട്ടിയിരിക്കും. അത് ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചുകൊണ്ടേ ഇരുന്നാൽ അത് നമുക്ക് ലഭിച്ചിരിക്കും, അതിനകത്ത് യാതൊരു സംശയം വേണ്ട. എത്രയോ അനുഭവങ്ങൾ. മാത്രമല്ല, ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമാണത്. നിരന്തരം പരിശ്രമിച്ചു കഴിഞ്ഞാൽ ആ കാര്യം നമ്മളിലേക്ക് എത്തും. എനിക്ക് പല കാര്യവും അങ്ങനെ ഞാൻ നേടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ ഒരു 30 വയസ്സ് വരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ 30ാമത്തെ വയസ്സിൽ അടുത്താണ് ക്രിയായോഗ സ്വീകരിക്കുന്നത്. അപ്പോൾ ഈ ക്രിയായോഗ കിട്ടാൻ തന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പരിശ്രമിച്ച് ശേഷമാണ് ക്രിയായോഗയിലേക്ക് എത്തുന്നത്. അതിനുശേഷം നിരന്തരം പരിശ്രമത്തിലൂടെയാണ് ഒരുപാട് ശിവവിദ്യകൾ എനിക്ക് കിട്ടിയത്. ഇന്നിപ്പോൾ എനിക്ക് അത്ഭുതകരമായ പല ശിവൻ്റെ അറിവുകളും പല വിദ്യകളും ഒക്കെ എനിക്ക് ആ ഭഗവാനിലേക്ക് എത്തിയത് നിരന്തരം പരിശ്രമത്തിലൂടെയാണ്. അതുപോലെ നിരന്തരം പരിശ്രമത്തിലൂടെയാണ് പല കാര്യങ്ങളും ഞാൻ നേടിയെടുത്തു. നിരന്തരം പരിശ്രമിച്ചാൽ ആ വ്യക്തിക്ക് മുന്നിൽ അയാളുടെ മുന്നിലുള്ള ലോകത്തിന് കീഴടങ്ങുകയേ നിവൃത്തിയുള്ളൂ. അപ്പോൾ എനിക്കറിയാം, ഞാൻ ഇന്ന് രാവിലെ അമ്പലത്തിലേക്ക് വരുമ്പോൾ ഒരമ്മയെ കണ്ടു. അപ്പം ആ അമ്മ എന്നോട് പറഞ്ഞു, ഞാൻ നോക്കി കൊടുത്തിട്ടൊക്കെയുള്ള വഴിപാടൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുള്ള. അപ്പം അവരെത്രയോ നാളായിട്ട് ക്ഷേത്രത്തിൽ പോയി വഴിപാട് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഒരുപാട് നാളായി. അപ്പോൾ ഇവരെ ഒരിക്കൽ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി ഇവരുടെ ജീവിതം മാറുമെന്ന്. മനസ്സിൽ എനിക്ക് കണ്ടപ്പം തോന്നി, പക്ഷെ ഞാനന്ന് പറഞ്ഞില്ല. പിന്നെയും എത്രയോ നാൾ ഇവർ വഴിപാട് തുടർന്നു. അപ്പോൾ പലരും പകുതിയൊക്കെ വഴിക്ക് വെച്ചൊക്കെ നിർത്തിയിട്ട് പോകും, വഴിപാട് കുറേ ചെയ്ത് ഫലമില്ലെങ്കിൽ. പക്ഷേ ഇന്ന് എന്നെ കണ്ടപ്പം പറഞ്ഞു അവർ ആഗ്രഹിച്ച രീതിയിൽ ഒരു നല്ല വീട് സ്ഥലം കൂടെ വാങ്ങാൻ പറ്റി, അവരുടെ ജീവിതം മാറി. അപ്പോൾ ഇന്നും അതിന് പുത്തങ്കാവിലമ്മയ്ക്ക് അറുനാഴി പായസം വഴിപാട് കൊടുത്തെന്ന് പറഞ്ഞു. അപ്പം നമ്മളെന്തും നിരന്തരം അല്ലേ നമ്മൾ ഈശ്വരനെ വിളിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് കാര്യവും നടന്നു കിട്ടും. നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കണം. അതിൽ പരാജയങ്ങൾ വരും, വിഷമങ്ങൾ വരും, സങ്കടങ്ങൾ വരും. അതൊക്കെ അങ്ങനെ വന്നോട്ടെ. എങ്കിലും നമ്മൾ ആ ദേവത ഈശ്വരനെ അല്ലെ അമ്മയെ നമ്മൾ ആവർത്തിച്ച് അപേക്ഷിച്ച് വഴിപാട് ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മളുടെ ജീവിതം ഒരു ഘട്ടത്തിൽ എന്നേക്കുമായി മാറുമെന്നുള്ള യാതൊരു സംശയവും വേണ്ട. ഇന്നിപ്പം ഞായറാഴ്ചയായിരുന്നു എങ്കിലും ഞാൻ പുത്തങ്കാവിലമ്മയെ, വെള്ളിയാഴ്ചയാണ് പുത്തങ്കാവിലമ്മ എന്ന് ഉറപ്പായിട്ടും പോയി കാണുന്ന ദിവസമാണ്. ഇന്ന് ഞായറാഴ്ച ഞാൻ പുത്തങ്കാലമ്പലത്തിൽ പോയി അന്ന് അമ്മയെ കണ്ട് തൊഴാൻ വേണ്ടി. അപ്പോൾ അവിടെ അമ്പലത്തിൽ വെച്ച് കൊല്ലത്തു നിന്ന് വന്ന ഒരു ആളുണ്ട്, പുള്ളിയെ കണ്ടു, ഒരു ആൾ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് അദ്ദേഹം വീഡിയോക്കകത്ത് പറഞ്ഞ ഒരു വഴിപാട് സ്ഥലം വിൽക്കാൻ വേണ്ടി ചെയ്തു, നേർന്നു അറുനാഴി പായസം. അദ്ദേഹത്തിൻ്റെ സ്ഥലം വിറ്റു. അപ്പോൾ ആ വഴിപാട് ഇത് ചെയ്യാൻ വേണ്ടിയാണ് വന്നത്. അപ്പോൾ അദ്ദേഹത്തിന് എന്നെ കാണണമെന്നുണ്ടായിരുന്നു. കാരണം ഞാൻ വീഡിയോ പറഞ്ഞതാണ് അദ്ദേഹം ചെയ്തത്, അതുകൊണ്ട് എന്നെ കാണണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ അമ്മയെ തൊഴുത് കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മയോട് നന്ദി പറയാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് എന്നെ അദ്ദേഹം കണ്ടപ്പം അദ്ദേഹം അറുനാഴി പായസം ഇന്ന് അദ്ദേഹത്തിൻ്റെ വകയായിരുന്നു. അറുനാഴി പായസം ഇന്ന് ഞായറാഴ്ച പുത്തങ്കാലമ്പലത്തിൽ. അപ്പോൾ അദ്ദേഹത്തിന് സ്ഥലം വിറ്റുപോയി. ഞാനിത് വീഡിയോ കേട്ട് ചെയ്ത മനുഷ്യനാണെന്ന് ഓർക്കണം.
പിന്നെ അദ്ദേഹത്തിന് മൊബൈൽ നമ്പറൊക്കെ തന്നു. കാരണം പുതിയ വർക്ക് എടുക്കുമ്പം അദ്ദേഹത്തിന് നോക്കണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ മൊബൈൽ നമ്പറെല്ലാം സേവ് ചെയ്തു. ഞാനിത് വെറുതെ പറയുന്ന കാര്യങ്ങളല്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. എല്ലാത്തിനും കറക്റ്റ് ഡീറ്റെയിൽസ് ഉണ്ട്, അതുകൊണ്ടാണ്. മനസ്സിലായോ? അത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നമ്പർ സേവ് ചെയ്തു, അദ്ദേഹം എല്ലാ കാര്യങ്ങളും ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിന് സ്ഥലം വിൽക്കുക എന്നുള്ളത് അദ്ദേഹത്തെ സംബന്ധിച്ച് വലിയ ഒരു ആവശ്യമായിരുന്നു. അപ്പോൾ ഒരാളൊരു സ്ഥലം വിൽക്കുന്നത് അതുപോലെ അയാൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ പണത്തിന് ആവശ്യം വരുമ്പോൾ, ഒരു നിക്കക്കളി ഇല്ലാതെ വരുമ്പോഴാണ് വിൽക്കുന്നത്. ആ വിൽക്കേണ്ട കാര്യം തടസ്സപ്പെട്ട് നിന്നാൽ അത് മാറാൻ ഒരു 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 കാര്യം ഒരാൾ പറഞ്ഞു കൊടുക്കുക, അത് ചെയ്യുമ്പോൾ സ്ഥലം വിൽക്കാൻ പറ്റുക, അതൊക്കെയെന്ന് പറഞ്ഞാൽ അയാളെ സംബന്ധിച്ചുള്ള അയാളുടെ ജീവിതമാണ്. അത് അയാളെന്നല്ല, ഏത് വ്യക്തി ആയിക്കോട്ടെ, അവരുടെ ജീവിതമാണ്. അപ്പോൾ അത് വിറ്റിട്ട് പല കാര്യങ്ങൾ കാണും അവർക്ക്. അപ്പോൾ അത് ഞാൻ പുത്തൻകാവിലമ്മയ്ക്ക് അറുനാഴി പായസം നടക്കും എന്ന് വീഡിയോ ഒരുപാട് അനുഭവങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നടന്നു. വിശ്വാസത്തോടെ ആര് ചെയ്താലും അത് നടക്കും. ഇത് നമ്മൾ ചിലപ്പോൾ നേരുമ്പോൾ നമുക്ക് ആ വേണ്ട വിശ്വാസം അപ്പം മനസ്സിൽ അമ്മയിൽ മനസ്സെത്താത്തതുകൊണ്ടാണ് ഞാൻ പറയും നിങ്ങളൊന്നുകൂടെ അല്ലെങ്കിൽ വീണ്ടും നേരെ. ചില സമയത്ത് നമ്മുടെ പ്രാർത്ഥന ആ ദേവതയിൽ എത്തത്തില്ല. കാരണം നമ്മുടെ മനസ്സിൽ ശങ്കയും സംശയവും നിരാശയും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് വീണ്ടും നേരുക, അല്ലെങ്കിൽ വീണ്ടും പ്രാർത്ഥിക്കുക എന്നുള്ളതേ ഉള്ളൂ. അമ്മയിൽ മനസ്സെത്തിയാൽ ആ കാര്യം നടന്നിരിക്കും. അദ്ദേഹത്തിന് സ്ഥലം വിറ്റു, അദ്ദേഹം അറുനാഴി പായസം വന്ന് കഴിച്ചു, എന്നെ കണ്ട് അദ്ദേഹം നന്ദി പറഞ്ഞു, ഞാൻ പുത്തൻകാവിലമ്മയോട് നന്ദി പറയാൻ പറഞ്ഞു. ഇതൊക്കെ എന്തൊരു സന്തോഷം ആലോചിക്കുക. ഒരാളുടെ ജീവിതമായി തിരിച്ചു പിടിക്കുന്നത്, അല്ലാതെ ചുമ്മാ ഉള്ള കാര്യങ്ങളൊന്നുമല്ല, ജീവിതം തിരിച്ചു പിടിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. എത്ര ആളുകൾ രക്ഷപ്പെട്ടിരിക്കുന്നു നല്ല രീതി. അതുപോലുള്ളൊരു കാര്യമാണ് ഈ പണം നിങ്ങൾ ഇങ്ങനൊന്ന് സൂക്ഷിച്ചു വെക്കുക. ചൊവ്വാഴ്ചകളിൽ, അതിപ്പോൾ വലിയ തുകയൊന്നും വേണമെന്നില്ല, ഒരു 50,000 100 രൂപയാണെങ്കിലും എത്ര ആയിക്കോട്ടെ, നിങ്ങൾ ചൊവ്വാഴ്ചകളിൽ വീട്ടിലേക്ക് പണം കയറ്റി ഇതുപോലെ ഈ സ്ഥാനത്ത് ഒരു ചെറിയ പണപ്പെട്ടിയൊക്കെ ഇപ്പം മേടിക്കാൻ കിട്ടും, ചെറിയ പെട്ടി പോലെ ഈ കൂട്ടുന്ന, അതിൻ്റെ അകത്ത് പച്ചപ്പട്ട് വെച്ചിട്ട് ആ 4ആയിട്ട് മടക്കിയിട്ട് അതിൻ്റെ അകത്ത് പണവും ബാങ്ക് പാസ്ബുക്കൊക്കെ വെക്കുക. എന്നിട്ട് അത് കൂട്ടണം. എന്നിട്ട് ഇടയ്ക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ ഇപ്പം ഒരാഴ്ച എന്നല്ല, നിങ്ങൾക്ക് ഇപ്പോൾ ഇന്ന് വെച്ച് നാളെ ഒരു ആവശ്യം കൊണ്ട് എടുക്കുന്നത് തെറ്റൊന്നുമില്ല കേട്ടോ. പിന്നെ പറ്റുമെങ്കിൽ ആഴ്ചയിൽ ഒക്കെ തുറക്കുക, എപ്പോഴും തുറക്കാതിരിക്കുക. ഇനി അത്യാവശ്യം കൊണ്ട് ഇടയ്ക്ക് തുറക്കുന്നതിലോ പണം എടുക്കുന്നതിലോ വിൽക്കുന്നതിലോ ഒന്നും കുഴപ്പമില്ല. ആ പണം തന്നെ സ്ഥിരമായിട്ടിരിക്കണമെന്നല്ല, വേറെ പണം വെക്കാം, ആ പണം എടുത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാം, അതിനൊന്നും തെറ്റില്ല കേട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിലൊന്നും തുറന്ന് ചൊവ്വാഴ്ചകൾ ഇതിനകത്ത് അല്പം പണം വയ്ക്കുക. അത്ഭുതകരമായ രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിലെ സാമ്പത്തികം വരും. ചൊവ്വാഴ്ചയ്ക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ചൊവ്വാഴ്ചയ്ക്ക് ഒരുപാട് ജീവിതം മാറ്റുന്ന ചില കാര്യങ്ങൾ നമുക്ക് ചൊവ്വാഴ്ച ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ എന്തെങ്കിലും വലിയ കാര്യങ്ങൾ തടസ്സപ്പെട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ, വലിയ കാര്യങ്ങൾ, നിങ്ങൾ ഒരു ചൊവ്വാഴ്ച ദിവസം അറുനാഴി പായസത്തിൻ്റെ സാധനം മേടിച്ച് നിങ്ങൾ പുത്തൻകാവിലമ്മയുടെ നടയെ വെച്ചിട്ട് നിങ്ങൾ ഈ കാര്യം നടത്തി തരണമെന്ന് പറയുക. എന്നിട്ട് അവിടെ നമ്മൾ മുതൽക്കൂട്ട് ചീട്ടെന്ന് പറഞ്ഞാൽ അതുകൂടെ എടുക്കണം. ആ കാര്യം നടക്കും വിശ്വാസത്തോടെ ചെയ്താൽ. ഇനി അതല്ല, അതൊരു പ്രാവശ്യം ചെയ്യുക. അല്ലാത്തപ്പം നിങ്ങൾ നേരുക. വെള്ളിയാഴ്ച കുളിച്ചീറനോടെ വസ്ത്രം കൊടുത്ത് പുത്തൻകാവിലമ്മയെ വിളിച്ച് നേരുക. എന്നിട്ട് നിങ്ങൾ കാര്യം നടന്നു കഴിയുമ്പോൾ അവിടെ രസീത് എടുത്ത് അറുനാഴി പായസം ചെയ്യുക. അതിന് രസീത് എടുത്ത് ചെയ്താൽ മതി. അത് അവിടെ നമ്മൾ പിന്നെ ആ കരയോഗത്ത് അവിടെ കൗണ്ടറിൽ നിന്ന് പോയി രസീത് എടുത്ത് ചെയ്താൽ മതി. അതങ്ങനെ ചെയ്താൽ മതി. അങ്ങനെയും ചെയ്യുക. അപ്പോൾ ഇതൊക്കെ എങ്ങനെ വേണേലും നമ്മൾ ആ ഒരു കാര്യങ്ങൾ ചെയ്താൽ എത്രയോ നടക്കാത്ത കാര്യങ്ങൾ നടന്നു കിട്ടിയിരിക്കുന്നു. ഈ സ്ഥലവും വീടും വിൽക്കാനും വാങ്ങാനും ഒക്കെ കുളിച്ചീറനോടെ പുത്തൻകാവിലമ്മയ്ക്ക് കുളിമുറിയിൽ നിന്ന് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് പായിപ്പാട് പുത്തൻകാവിലമ്മയെക്കുറിച്ചാണ് പറയുന്നത്. അത് എൻ്റെ ഓഫീസിൽ സ്ഥിതി ചെയ്യുന്ന ചങ്ങനാശ്ശേരി 4 കോടിയിലാണ്. അതിന് തൊട്ടടുത്ത് വരുന്ന പായിപ്പാട് പുത്തൻകാവിലമ്മ. പുത്തൻകാവ് ക്ഷേത്രം ഒരുപാടുണ്ട്, അതുകൊണ്ടാണ്. ഇപ്പം ഗൂഗിൾ നെറ്റിലൊക്കെ അടിച്ചു നോക്കിയാൽ കിട്ടും. പായിപ്പാട് പുത്തൻകാവിൽ ഭഗവതി ടെമ്പിൾ 0481 കോഡാണ്. ആവശ്യമുള്ളവർ ചെയ്യുക, ഞാൻ പറഞ്ഞതേ ഉള്ളൂ, അല്ലാത്തൊരു ചെയ്യണ്ട. അപ്പം പായിപ്പാട് പുത്തൻകാവിലമ്മയ്ക്ക് കുളിച്ചീറനോടെ വസ്ത്രം കൊടുത്ത് കുളിമുറ എന്ന് സ്ഥലവും വീടും വിൽക്കാനായിക്കോട്ടെ വാങ്ങാനായിക്കോട്ടെ സാധിച്ചു തരണേ. അമ്മയിൽ മനസ്സ് ചൊല്ലണം. മനസ്സിലായില്ലേ? അത് ചിലപ്പോൾ ഒരു തവണ നേർന്നാൽ ചെല്ലുമെന്ന് എനിക്കറിയത്തില്ല, ചിലർക്ക് ചിലപ്പം ചൊല്ലും. അതൊക്കെ അവരുടെ മനസ്സിൻ്റെ ഭക്തിയാണ്. അല്ലെങ്കിൽ ഒന്നുകൂടെ ചെയ്യുക, നേർന്ന്. എന്നിട്ട് ഈ കാര്യം നടന്നു കഴിയുമ്പോൾ അവിടെ ഒരു വെള്ളിയാഴ്ച വന്ന് അറുനാഴി പായസം കഴിച്ചേക്കാമെന്ന് പറയുക. എന്നിട്ട് തല ഓർത്തുക, വലതല വെച്ച് കുളിമുറിയിൽ നിന്ന് ഇറങ്ങുക. ഈ കാര്യം നടന്നു ഒരു വെള്ളിയാഴ്ച വന്ന് അത് കൗണ്ടറിൽ നിന്ന് രസീത് എടുത്ത് തന്നെ അറുനാഴി പായസം ചെയ്യണം. പിന്നെ നമുക്ക് വല്ലപ്പോഴും സാധനം നടക്കി മേടിച്ച് വെച്ച് അങ്ങനെയും ചെയ്യാം, 2 രീതിയിൽ ചെയ്യാം. പക്ഷേ രസീത് എടുത്ത് വെച്ച് ചെയ്യുന്നതാണ് ഈ സ്ഥലവും വീടും വിൽക്കാൻ എന്നുള്ള കാര്യത്തിനൊക്കെ നല്ലത്. ഈ സാധനം മേടിച്ച് നടക്കി വെച്ച് ചെയ്യുന്നത്
നമുക്കിപ്പോൾ എന്തെങ്കിലും പേപ്പറുകൾ, ഡോക്യുമെൻറ്റുകൾ നീങ്ങാനുണ്ട്, മനസ്സിലായല്ലോ. എന്തെങ്കിലും പേപ്പറുകൾ, ഡോക്യുമെൻറ്റുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം ഇങ്ങനെ തടസ്സമായിട്ട് നിൽക്കുകയാണ്, അത് റെഡിയാകും എന്നാൽ നടക്കുന്നില്ല. അങ്ങനെയുള്ള സാധനം അറുനാഴി പായസത്തിന് സാധനം നടക്കി വെച്ചിട്ട് മുതൽക്കൂട്ട് ചീട്ട് കൂടെ എടുക്കണം, നടക്കി വെച്ചിട്ട് അമ്മയോട് കാര്യം പറയും. ഇനി അതല്ല, സ്ഥലം വീടും വിൽക്കാനോ വാങ്ങാനോ കേസ് വിജയിക്കാനോ അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ അറുനാഴി പായസം നേർന്നിട്ട് ഒരു വെള്ളിയാഴ്ച നടന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഒന്ന് രസീത് എടുത്ത് പായസം ചെയ്താൽ മതി. അതിനൊക്കെ അങ്ങനെ ചെയ്താൽ മതി. ഇതൊക്കെ പിന്നെ എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഇത് അനുഭവം ഉണ്ടായ രീതികളും ചെയ്യുന്ന ചില രീതികളും പറഞ്ഞതേ ഉള്ളൂ. ഇതൊക്കെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്ന കാര്യങ്ങളാണ്. ഇത്തരം കാര്യങ്ങളാണ് അറിയേണ്ടത്, ഇത്തരം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ കുറേ അറിവെന്ന് പറഞ്ഞാണല്ലോ, ഈ അറിവിലും അല്ല കാര്യം. നമ്മുടെ ജീവിതം മാറ്റുന്ന ചില കാര്യങ്ങളുണ്ട്, അതറിയുന്നതില്ല കാര്യം. അല്ലാതെ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്നതോ എല്ലാ ശ്ലോകങ്ങളും ജപിക്കുന്നതുകൊണ്ടോ ഒരു കാര്യമില്ല. നമുക്കറിയേണ്ട കാര്യങ്ങൾ അറിയണം, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം. അത് നമ്മളിൽ മാറ്റം ഉണ്ടാക്കും. അതാണ് ശരിക്കും നമ്മൾ ചെയ്യേണ്ടത്. ഒരുപാട് അറിവ്, ഒരുപാട് സംസാരിക്കുന്നതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. അറിയേണ്ടതറിയണം, അതാണ്. അപ്പം ഞാനന്ന് നിങ്ങൾക്ക് വീഡിയോ തുടങ്ങിയപ്പം നമശിവായ എന്ന് ജപിച്ചു അല്ലേ. നമശിവായ സ്ഥൂല പഞ്ചാക്ഷരം, ശിവായ നമാന്ന് ജപിച്ചു സൂക്ഷ്മ പഞ്ചാക്ഷരം. നമശിവായ സ്ഥൂല പഞ്ചാക്ഷരം നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കിട്ടുന്നതിന് നല്ലതാണ്. ശിവായ നമ സൂക്ഷ്മ പഞ്ചാക്ഷരം അല്ലെങ്കിൽ മോഹന പഞ്ചാക്ഷരം എന്നൊക്കെ പറയും. നിങ്ങളുടെ എല്ലാ ലൗകികമായ ആഗ്രഹങ്ങൾ സാധിക്കുന്നതോടൊപ്പം മോക്ഷവും കിട്ടും. പിന്നെ ഞാൻ ജപിച്ചു ശിവായ ശിവ, അത് ഇച്ചിലൂടെ സൂക്ഷ്മമായിട്ടുള്ളതാണ്. അത് കൂടുതലും ഒരു ഉയർന്ന തലത്തിൽ, ആത്മീയ തലത്തിലുള്ളവരാണ് ജപിക്കുന്നത്, സാധാരണക്കാരല്ല. ഇനിയും ശിവശിവ, ഈ ശിവശിവ എന്നുള്ളത് ആർക്കും ജപിക്കാം. അവരുടെ ജീവിതം മാറും. കിടക്കപ്പായിരുന്നുകൊണ്ട് രാവിലെ ശിവശിവ, വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ശിവശിവ, ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കിട്ടും. അതൊരു വീടാണ് വീട്, ഒരു ഭൂമിയാണ് ഭൂമി, അയാൾ ആഗ്രഹിക്കുന്ന എന്തോ അയാൾക്ക് കിട്ടാമെന്നല്ല. ശിവശിവ, ഈ ശിവശിവയ്ക്കകത്ത് എല്ലാം ഉണ്ട് കേട്ടോ. ശിവശിവ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഭഗവാന്റെ അനുഗ്രഹം കിട്ടുന്ന അപാരമായ അനുഗ്രഹമുള്ളൊരു മന്ത്രം തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞു അത് സാധാരണ രീതിയിൽ ആരും ജപിക്കത്തില്ല. അത് ഉയർന്ന തലത്തിലുള്ള ആത്മീയമായ ബോധം കൈവരിച്ചിട്ടുള്ള സിദ്ധന്മാരെ, സന്യാസിമാരെ, അങ്ങനെ ഉയർന്ന ഒരു ആത്മീയ ബോധമുള്ളവരാണ് എന്നാൽ അത് വലിയ ഉയർന്ന ബോധതലത്തിലുള്ളവർ ജപിക്കുന്നതാണ്. അപ്പോൾ സാധാരണക്കാർക്ക് ജപിക്കാം, നമശിവായ ജപിക്കാം, ശിവായ നമ ജപിക്കാം, ശിവശിവ എല്ലാം ജപിക്കാം. പക്ഷേ എന്നാൽ ഇത് കൂടുതൽ നന്നായിരിക്കും. ഈ ശിവശിവ ഒരുപാട് ജീവിതം മാറുന്ന കാര്യങ്ങളാണ് ശിവശിവ. അതുപോലെ ശിവായ നമ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കിട്ടും എന്നുള്ളത് തന്നെയാണ്. അപ്പം നമശിവായ, ശിവായ നമ, ശിവശിവ എന്നല്ല ആണ്. ഇതൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ ഇടയ്ക്ക് ജപിക്കുക നല്ലതാണ്. നമ്മളറിയാതെ തന്നെ നമ്മുടെ കർമാസ്, നമ്മുടെ ഒരുപാട് കർമ്മദോഷങ്ങളുണ്ട്, അതൊക്കെ മാറിക്കിട്ടും. നാവുകൊണ്ട് ഇതൊന്ന് ജപിച്ച് എന്നാകിലും ഭഗവാന്റെ അനുഗ്രഹം നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് വരും. നമ്മളെ ഭഗവാൻ വഴി നടത്തും, നമ്മളിൽ ഭഗവാന്റെ സ്വാധീനം ഉണ്ടാകും. മറ്റുള്ളവരെ കുറ്റവും കുറവും പറയുന്ന സമയത്ത്, മറ്റുള്ളവരെ കളിയാക്കുകയും അല്ലെ പൊങ്ങച്ചോ ഒക്കെ പറയുന്ന സമയത്ത് ഇത് ജപിക്കുക, നമശിവായ ശിവായ നമ ശിവശിവ. നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ടതെല്ലാം വന്നു ചേരും ഓട്ടോമാറ്റിക്കായിട്ട്. പിന്നെ നമ്മൾ പ്രയത്നിക്കേണ്ടത് ഓൾറെഡി പ്രയത്നിക്കുക തന്നെ വേണം. താൻ പാതി ഈശ്വരൻ പാതി എന്നാണ്. നമുക്ക് ഈശ്വരൻ വഴി കാട്ടി തരത്തേയുള്ളൂ, നമ്മൾ തന്നെയാണ് പ്രയത്നിക്കേണ്ടത്. അതും ഒരു അറിവാണ്, അതൊരു ബോധമാണ്. പ്രകൃതിയിലേക്ക് നോക്കൂ, എല്ലാ ഈ പക്ഷിമൃഗാദികളും എല്ലാം അതുങ്ങളും പ്രയത്നിച്ച ദിവസവും ജീവിക്കുന്നത്. അല്ലാതെ കൂട്ടിക്കൊണ്ടിരുന്ന ആരും ഭക്ഷണം കൊടുക്കത്തില്ല, അത് പ്രപഞ്ച നിയമമാണ്. പക്ഷെ ഭക്ഷണം കണ്ടെത്താനുള്ള ബോധം അത് ഈശ്വരൻ കൊടുത്തിട്ടുണ്ട്. പക്ഷെ കൂട്ടിക്കൊണ്ട് വെച്ച് കൊടുക്കാറില്ല. അത് കണ്ടെത്താനുള്ള ബോധമാണ്, അറിവാണ്. ആ ബോധമാണ് ഈശ്വരൻ ആ പക്ഷിമൃഗാദികൾക്കും എല്ലാം കൊടുത്തിരിക്കുന്നത്. അതുപോലെ നമ്മളും വീട്ടിൽ ഇരുന്നുകൊണ്ട് ഒരു കാര്യം നടക്കുന്നില്ല. നമ്മളും നമ്മളുടെ കഴിവ് ഉപയോഗിച്ച് നമുക്ക് വേണ്ടതൊക്കെ കണ്ടെത്തണം, അധ്വാനിച്ച്. അപ്പോഴാണ് അത് ശരിയായിട്ടുള്ള ഈശ്വരനുള്ള പ്രാർത്ഥനയും നമുക്ക് ആ ശരിയായിട്ടുള്ള ഈശ്വരാധീനവും ഉണ്ടാകുന്നത്. അല്ലാതെ അലസന്മാരോ മടിയന്മാരായിട്ടോ ഒന്നും നടന്നിട്ട് ഒരു കാര്യമില്ല. അതൊക്കെ ഈശ്വരൻ നിന്ന് തന്നെയാണ്. നമുക്ക് ഈശ്വരൻ തരുന്ന കഴിവ് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നില്ലെങ്കിൽ അത് ഈശ്വരൻ നിന്ന് തന്നെയാണ്. അതാണ് ശരിക്കും ഏറ്റവും വലിയ പാപം. നമുക്ക് ഈശ്വരൻ തരുന്ന കഴിവ് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നില്ലെങ്കിൽ അതാണ് ഏറ്റവും വലിയ പാപം. മനസ്സിലായില്ലേ? ഈശ്വരൻ തരുന്ന കഴിവ് നമ്മൾ പ്രയോജനപ്പെടുത്തണം. പിന്നെ ഈശ്വരാധീനത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണം, പ്രാർത്ഥനകൾ ചെയ്യണം. ഇതൊക്കെയാണ് ജീവിതത്തിൽ ഏറ്റവും ഗുണമുണ്ടാകുന്ന കാര്യങ്ങൾ. ഇതെല്ലാവർക്കും
ഇത്തരം കാര്യങ്ങൾ, ഇത്തരം ദിവ്യമായ അറിവുകൾ എന്നേ പറയാൻ പറ്റത്തുള്ളൂ. ദിവ്യമായ അറിവുകൾ നിങ്ങളുടെ എല്ലാം ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ. എല്ലാവരുടെയും ജീവിതത്തിൽ സമ്പത്തും ഐശ്വര്യ സമൃദ്ധിയും ഉണ്ടാകട്ടെ. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ശിവായ നമ യനവ ശിമ മവയന ശി ശിയ നമവ വശിമയന. ഇനി ഒരു കാര്യം കൂടെ ജപിച്ചിട്ട് നിർത്താം. ഓം ശ്രീരാമ രാമ 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 രാമ. ഓം ശ്രീരാമ രാമ 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 രാമ. ഓം ശ്രീരാമ രാമ 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 രാമ. ഓം ശ്രീരാമ രാമ 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 രാമ. രാമ ശ്രീരാമ രാമ ആത്മരാമ ശ്രീരാമ രാമ. കറക്റ്റായിട്ട് വിളിച്ചാണ്ടല്ലോ സകല ആപത്തുകളെയും തടയും. രാമ എന്ന് ദീർഘമായിട്ട് ഉച്ചരിച്ചാൽ മാന്ന് ദീർഘിപ്പിക്കാം. രാമ സകല ആപത്തുകളെയും തടയും. സകല ആപത്തുകളും നമ്മളെ വിട്ടുപോകും. ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും ജീവിതത്തിൽ രക്ഷപ്പെടുത്തുന്ന കാര്യങ്ങളാണെന്നല്ല, ദുരിതങ്ങൾ മാറ്റുന്ന കാര്യങ്ങളാണ്, ആപത്തുകളെ ഒഴിച്ചുവിടുന്ന കാര്യങ്ങളാണ്, ആപത്തുകൾ മാറ്റുന്ന കാര്യങ്ങളാണ്, ജീവിതം തിരിച്ചു പിടിക്കുന്ന കാര്യങ്ങളാണ്. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമ. ശിവോഹം ശിവശിവ 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 എങ്കിലർ തെയ്വിണേയാളർ ശിവശിവ என்றிடா தெய்வனையுமாலும் ശിവശിവ என்றிடா തേവരുമാവർ ശിവശിവ എന്ന ശിവഗതിതാനേ. ഓം ശിവം സർവം ശിവോഹം ദേഹം ശംഭും ശിവോഹം ദേവം വിപും ശിവോഹം ഗുരും പരം ശിവോഹം. ഓം ശിവം സർവം ശിവോഹം. എല്ലാം ഭഗവാൻ തന്നെയാണ്. ആ ഭഗവാനെ മനസ്സുകൊണ്ട് വിളിക്കുമ്പോൾ, ആ ഭഗവാനെ ലയിച്ച് വിളിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഭഗവാൻ കടന്നു വരും. ഭഗവാനെയാണ് വിളിക്കേണ്ടത്, അമ്മയാണ് വിളിക്കേണ്ടത്, ഗുരുക്കന്മാരെയാണ് വിളിക്കേണ്ടത്. അപ്പോഴാണ് ജീവിതത്തിൽ നന്മ ഉണ്ടാകുന്നത്. എല്ലാം നല്ലതായിട്ട് ഭവിക്കും. ഓം നർപ്പവി നർപ്പവി നർപ്പവി. ഓം നർപ്പവി നർപ്പവി നർപ്പവി. ധ്യായേ നിത്യം മഹേശം രജതഗിരിദീപം ചാരു ചന്ദ്രാവതസ്വം രത്നകൽപ്പോജ്വലാംഗം പരശും മൃഗവരാഭീരി ഹസ്തം പ്രസന്നം പത്മാസീനം സമാന്തസ്തുതം അമരഗണൈർവ്യാഘ്രാകൃത്യം വസാനം വിശ്വാദ്യം വിശ്വവന്ധ്യം നിഖിലഭൈകരം പഞ്ചവക്ത്രം ത്രിനേത്രം ജുഭോജൽപ ശില്പം സകലമൈ മുദ്രാവിരചന ഗതിപ്രാദിക്ഷിണ്യ ക്രമണമശനാദ്യാഹൂതിവിധി പ്രണാമസംവേശ സുഖമകലം ആത്മാർപ്പണദൃശ സപര്യാപര്യാസ്തവ ഭവതു ജന്നെ വിലസിതം. ഓം തൻ കിളിവാ സ്വയം കൊള്ള പ്രപഞ്ചം വാവ ഐം ശ്രീ റീം കാമനയും താൻ വെன்ற ഈശ്വരാ വാവ. ഓം ശ്രീ ശ്രീം ശിവേവ ശിവാവ ശിവരൂപീ വാവ. ഓം വിനായകരെ നമ. വിനായകരെ പ്രണാമം. ഓം ശിം വം അം ഉം മം മകത്താനകത്തീശ என்று கூட வரமருள்க அருள் தருக அடியன் தொழுதே. ഓം ശ്രീം സദ്ഗുരുപദമേ ശാപഭാവമോചനം രോഗ അഹങ്കാര ദുർവിമോചനം സർവദേവ സകല സിദ്ധൗളിരൂപം സദ്ഗുരുവേ. ഓം അഗസ്ത്യായ ഗ്രന്ഥകർത്തായ നമ. ഹരി ഓം ശിവായ നമ. അഗസ്തീശ്വര അഗസ്തീശ്വര. ഓം അഗസ്തീശായ നമ. ഗുരുചരണം ശരണം. ഇതൊക്കെ കേട്ട് ചൊല്ലാമെങ്കിൽ ചൊല്ലിക്കൂ, കേട്ട് പഠിക്കാമെങ്കിൽ പഠിച്ചു. എന്നോട് വീഡിയോയിൽ വാട്സപ്പിൽ എഴുതിയിടാനോ പറഞ്ഞു തരാനോ ആരും ചോദിക്കരുത്. അതിനുവേണ്ടി അല്ല ഞാൻ ജപിക്കുന്നത്. എൻ്റെ ഹൃദയത്തിൽ നിന്ന് ജപിച്ചതേ ഉള്ളൂ. പറയുന്നതിൻ്റെ അപ്പുറം ചെയ്യരുത് കേട്ടോ. ഗുരുത്വം കളയരുത്. പറയുന്നത് മനസ്സിലാക്കുക. കേട്ട് ജപിക്കാമെന്നൊരു ജപിച്ചോളാം. എല്ലാവരെയും എൻ്റെ ഒരു സംതൃപ്തിക്ക് വേണ്ടിയാണ് ഞാൻ ജപിച്ചത്, വേറൊന്നിനും വേണ്ടിയല്ല. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്കൊരു അനുഗ്രഹം കിട്ടും അത് കേൾക്കുമ്പോഴും. അതിനു വേണ്ടിയാണ് കേട്ടോ, വേറൊന്നിനും വേണ്ടിയാണ്. ഓം കൃഷ്ണായ നമ. ശിവോഹം ശിവശിവ. ഓം മുരുക ഗുരുമുരുക അരുൾമുരുക ആനന്ദമുരുക ശിവശക്തി ബാലകന ഷൺമുഖ ഷടാധര. എൻ്റെ വാക്കിലും ഓർമ്മയിലും നിലനിൽക്കാനും കാത്തുകൊള്ളാനും ഓം ഐം ഹ്രീം വേൽക്കാത്ത സ്വാ. ഭഗവാനെ മുരുക. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമ. ശിവോഹം ശിവശിവ.